നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. എന്നാൽ ആ ഫാത്തിമയാണ് കക്കുന്നത് എങ്കിൽ, കളവ് നടത്തുന്നത് എങ്കിൽ അവരുടെ കൈ ഞാൻ വെട്ടുമെന്ന്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ വശം. അവിടെ വ്യക്തികൾക്ക് പ്രസക്തിയില്ല, ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രസക്തി. ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ തെറ്റായി പരിഗണിക്കപ്പെടണമെന്നാണ്. എന്നാൽ ഇസ്ലാമിൽ ഏറ്റവും സൂക്ഷ്മതയുടെ വശമാകുന്ന തസവുഫ്, ആ തസവുഫിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ചിലര് മറ്റു ചിലരെ കുറിച്ച് പറയുന്നത്. ഒന്ന് കേട്ടു നോക്കി. നമ്മൾ അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നവരാകണം. പ്രത്യേകിച്ച് പാണക്കാട് സാദാത്യങ്ങളോടുള്ള ആദരവ് നിലനിർത്തുന്നവരാകണം. ശംസുലുലമ ആദരിച്ച ഭാഗമാണത്. പാണക്കാട് പൂക്കോയത്തങ്ങളുടെ ആ മഹത്വം ഇന്നും അവരിൽ നിലനിൽക്കുകയാണ്. എന്താ കാരണം? വിലായത്തുള്ള സയ്യിദായിരുന്നു മഹാനരായ പാണക്കാട് പൂക്കോയത്തങ്ങൾ. അവരെ മക്കളിലും ഇന്ന് നമ്മൾ കാണുന്നതല്ലേ? അതെ, വിലായത്തിന്റെ പവറാണ് അവരുടെ ഇപ്പോഴുള്ള മക്കളിലും നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമാണിത്. വഹാബികളുമായുള്ള നല്ല ബന്ധം. ഈ വഹാബികളെ വിട്ടൊരു പരിപാടിയില്ല. അവരുടെ സമ്മേളനങ്ങളിൽ പോകും എന്ന് വേണ്ട, ഒന്നിരിക്കെ അവരുടെ ആദർശം പോലും പ്രചരിപ്പിക്കുമാറുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരാണ് പോലും ഇന്ന് കേരളത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഏറ്റവും നല്ല പടയാളികൾ. പലർക്കും പലപ്പോഴായി ഇവരെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകും. എന്തിനാണ് ഇവർക്കെതിരെ നിലപാടെടുക്കുന്നത് എന്നൊക്കെ. ഇത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. അതായത് ഇവരോടുള്ള ശത്രുക്കൾ, ആ ശത്രുക്കൾ എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിനെയെല്ലാം എതിർത്ത് പറയും, അവരുടെ പിന്നാലെ കൂടും. എന്നാൽ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് എതിരായി നിലപാടെടുത്തവരുടെ സ്വാഭാവികമെന്നോണം ശത്രുക്കളായി പോകുന്ന വഹാബിസവുമായി കൂടുതൽ ബന്ധമുള്ളവരെ അവരെ കൂടെ കൂട്ടി അങ്ങ് നടക്കും. അവരുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങൾ വന്നാലും അതിനെല്ലാം ന്യായീകരിച്ച് മെഴുകി അങ്ങ് ഇല്ലാണ്ടാകും. ആദർശമാണ് വലുത്, വ്യക്തികളല്ല. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ.